എങ്ങനെ നിങ്ങളുടെ നിഷ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ നിഷ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഏത് മേഖല തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. ആദ്യമേ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു ഞാൻ ഇതിലേക്ക് കടന്നു വരാനായിട്ട്, ഒന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് വിതൗട്ട് ബ്രേക്ക്, അതായത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ 100% കോൺഫിഡൻസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മേഖല ഏതാണ്? താഴത്തെ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഏത് മേഖലയാണ് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ 30 മിനിറ്റ് സംസാരിക്കാനായിട്ട് പറ്റുന്നത്? ഓക്കെ, ടൈപ്പ് ചെയ്തോ. അതാണ് നിങ്ങളുടെ നിഷ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ഏരിയ മൈക്രോ നിഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിലേത് സെഗ്മെൻറ്റിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനുള്ള മികവ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മേഖല ഏതാണ്? അതുതന്നെയാണ് നിങ്ങളുടെ മേഖല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് സമയം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതായത് ഇത് വർക്ക് ചെയ്യുമോ, അത് വർക്ക് ചെയ്തില്ല, ഇത് പ്രോഫിറ്റബിൾ ആണോ, ഇതിനകത്ത് കേരളത്തിൽ കുറച്ച് ആളുകളെ അല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുമോ എന്നൊക്കെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഏതൊരു മേഖലയിലും, പ്രത്യേകിച്ച് ഡിജിറ്റൽ ബിസിനസ്സിൽ നിങ്ങൾ ഏത് നിഷാണെങ്കിലും നിങ്ങൾക്ക് വലിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ നിഷല്ല ഇവിടെ പ്രാധാന്യം. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ നിഷിനല്ല പ്രാധാന്യം. പ്രോഫിറ്റബിൾ നിഷ് എന്ന് പറയുന്നൊരു നിഷില്ല. എവറി നിഷ് ഈസ് പ്രോഫിറ്റബിൾ. എല്ലാ നിഷും പ്രോഫിറ്റബിൾ ആണ്. ബട്ട് നിങ്ങൾ ദ വേ യു അപ്രോച്ച്, നിങ്ങൾ ഏത് രീതിയിലാണ് ആ ഒരു നിഷിനെ കാണുന്നത്, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏത് രീതിയിലാണ് നിങ്ങൾ ആ ഒരു വാല്യൂ ഡെലിവർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് എക്കോണമി എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു നിഷിനെ പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നിഷിലല്ല പ്രാധാന്യം. നിങ്ങൾക്ക് ഏത് നിഷും സെലക്ട് ചെയ്യാം. ദ വേ യു അപ്രോച്ച്, ദ വേ യു ഡെലിവർ ദ വാല്യൂ, ഏത് രീതിയിലാണ് നിങ്ങൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ നിഷ് നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഏത് നിഷാണെന്നുള്ള കാര്യമല്ല, മറിച്ച് ദ വേ യു ഡെലിവർ ദ വാല്യൂ, ദ വേ യു അപ്രോച്ച്. അപ്പോൾ ഇത് ശരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് ഒരു കസ്റ്റമർ ആംഗിളിലാണ്. ഏതൊരു നിഷമാണെങ്കിലും നിങ്ങൾ ഏത് രീതിയിലാണ് ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവരെ ഒരു കെയർ ചെയ്യുന്നത്. ഇറ്റ്സ് എ കെയർ അപ്രോച്ച്. ഞാനതിനെ പറയാറുണ്ട്, കെയർ അപ്രോച്ച്. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, ഓക്കെ, അവരിൽ ഒരാളായിട്ട് നിന്ന് ജാടയില്ലാതെ വളരെ സിമ്പിളായിട്ട് അവരെ ഒരു സുഹൃത്തെന്ന രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, വളരെ വേഗത്തിൽ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്നും അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്നും വ്യക്തമായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ ലെജൻഡ് ഫിഗറായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മൈക്രോ നീഷ് എക്സ്പേർട്ടായിട്ട് നിങ്ങൾ മാറും, ഒരു സംശയമില്ല. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് ടു മച്ച്, ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റ് നൗ. നമുക്ക് ഒരുപാട് കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 30 മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്നൊരു സെഗ്മെൻറ്റ് ഏതാണെന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു മേഖലയെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റമൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, എന്നെ ഒരാൾ മോണിറ്റർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇറ്റ്സ് എ പെയ്ഡ് കമ്മ്യൂണിറ്റി. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ജെയിൻസ് DIs എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് മാറാവുന്നതാണ്. ഓക്കെ, സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.